എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ദയവ് ചെയ്ത് എനിക്ക് കുറച്ച് സ്വയം തരും. പ്രിയപ്പെട്ട ഹേമേ, കുറെ നാളുകളായി എന്റെ മനസ്സിൽ ഒളിച്ചു വെച്ചിരുന്ന സത്യം തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു. നിന്റെ അച്ഛൻ ഞാനൊരു വഞ്ചകനാണെന്ന് ധരിച്ചിരിക്കുന്നു. വഞ്ചനയും കള്ളവും മാത്രം എനിക്ക് വശമില്ല. എന്റെ ഹേമയെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല. എന്നോടൊപ്പം കഴിയുന്ന ഹേമലത എന്ന പെൺകുട്ടി എന്റെ ഭാര്യയല്ല. ഞാൻ അവളെ വിവാഹം കഴിച്ചിട്ടില്ല. ട്രെയിൻ അപകടത്തിൽ സംഭവിച്ച ദാരുണമായ ഒരു കഥയാണത്. അവളെ വിവാഹം കഴിച്ച ആളിന്റെ സ്ഥലം കോയമ്പത്തൂരാണെന്ന് മാത്രം എനിക്കറിയാം. അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത്. നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല. യമനനെ കണ്ടില്ല ചേട്ടാ, യമനനെ കണ്ടില്ല. ഇവിടെ എങ്ങും കാണാനില്ല. നോക്കി കണ്ടോ? കണ്ടില്ല. അയലോകത്തെല്ലാം നോക്കി ഒരിടത്തും കാണാനില്ല. ശ്രീ രമേശന് ഞാൻ പോകുന്നു. സഹോദരി ഹേമലത. മോളെ, ഈ പാല് കുടിക്കും മോളെ. വാങ്ങിച്ച് കഴിക്കും മോളെ. നിന്നെ ചതിക്കാൻ നോക്കി ഒരു ഓർത്ത് എന്തിനെങ്ങനെ ബുദ്ധി കഴിക്കുമോ? അവനേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന ഒരുവൻ നിന്നെ വിവാഹം കഴിക്കും. എന്റെ മോൻ നിന്നെ. ശങ്കരി, നീ അപ്പുറത്ത് പോ. കഴിക്കുമോ വാടാ മോളെ? ഡോക്ടർ, ഇതെങ്ങനെയുണ്ട്? തീരെ ആഹാരം കഴിക്കുന്നില്ല മോളെ. മോളെ, ഒന്നും സംസാരിക്കുന്നുമില്ല ഡോക്ടർ. അതിരിക്കട്ടെ, ഈ അന്തരീക്ഷത്ത് മാറ്റി കുറച്ചു ദിവസം താമസിപ്പിക്കരുതോ? സുഖവാസത്തിന് പറ്റിയ ഒരു സ്ഥലത്ത്. ഡോക്ടർ എന്ത് പറഞ്ഞാലും ചെയ്യാൻ എടുക്കുമോ? മരുന്നല്ല ഹേമക്ക് ആവശ്യം. ഇപ്പോഴത്തെ മനക്ഷോഭം ഒന്ന് മാറണം. ഈ സ്ഥലം വിട്ട് എവിടെയെങ്കിലും കുറച്ചാൽ താമസിക്കട്ടെ. ഡോക്ടർ, കോയമ്പത്തൂരായാലും എങ്ങനെ? എനിക്കവിടെ സ്നേഹിതമല്ല. എങ്കിൽ ഡോക്ടർ മോഹന് ഞാനൊരു എഴുത്തു തരാം. താങ്ക് യു ഡോക്ടർ, പ്ലീസ്. മോനെ, കാപ്പി. നിന്റെ കല്യാണക്കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും നീ എന്താ ഒരു മറുപടിയും പറയാത്തത്? അമ്മേ, ഞാൻ വിവാഹം കഴിച്ച കാര്യം അമ്മയോട് പറയാതിരുന്നത് അമ്മയെ കൂടി എന്തിനു വിഷമിപ്പിക്കുന്നു എന്ന് വിചാരിച്ചാണ്. പക്ഷെ വീണ്ടും വീണ്ടും അമ്മ എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ആ പെൺകുട്ടി മരിച്ചു പോയിരിക്കും. ഇല്ലെങ്കിൽ 2-3 മാസമായിട്ടും എന്തെങ്കിലും വിവരം അറിയാതിരിക്കുമോ? മരിച്ചുപോയിരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ ഡോക്ടർ, ഒരു സ്ത്രീയെ ബോധമില്ലാതെ നശികൾ കൊണ്ടുവന്നിരിക്കുന്നമ്മേ. ഞാനിപ്പോ വരാം.
എന്താ എന്ത് പറ്റി? റോഡിൽ ബോധം കെട്ടു വീണ ഈ സ്ത്രീയെ ചിലരിടത്തിലൂടെ വന്നതാണ്. കൊണ്ടുവന്നപ്പോൾ ബോധമില്ലായിരുന്നു. ആഹാരമൊന്നും കഴിച്ചില്ലേ? ഇന്നലെയോ? ഇല്ല, എത്ര ദിവസമായി ആഹാരം കഴിച്ചിട്ട്? 3-4 ദിവസം. എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കാതിരുന്നത്? ഗ്ലൂക്കോസ് കൊടുക്കണം, ലൈറ്റായിട്ട് ആഹാരം കൊടുക്കണം. 2 ദിവസം കൊണ്ട് കിടക്കട്ടെ. പേര്? സാവിത്രി. വയസ്സ്? 20. സ്ഥലം? പാലക്കാട്. ദയവ് ചെയ്ത് ഹേമയും അച്ഛനും എവിടെ പോയിരിക്കുന്നു എന്ന് പറയാമോ? ഹേമയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇയാൾ അവക്ക് നന്മയൊന്നും ഉണ്ടാക്കണ്ട. അവക്ക് നന്മ വേണമെങ്കിലേ എന്റെ മനോഹരൻ ഉണ്ടാക്കിക്കോളൂ. എനിക്ക് ഹേമയുടെ അഡ്രസ് ഒന്ന് വേണം. ഹേമയുടെ അഡ്രസ് അല്ലേ? അത് ഞാൻ പറഞ്ഞു. ഹേമയുടെ ശരിക്കുള്ള അഡ്രസ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ മധുര കോവിലിന്റെ തെക്ക് വശത്ത് എവിടെയാണ് താമസം? അത്രയും തന്നെ എന്തിനാണ് പറഞ്ഞു കൊടുത്തത്? എന്നോട് പറഞ്ഞതുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. മധുരയിൽ എവിടെയുണ്ടോ ഞാൻ കണ്ടുപിടിച്ചോളാം. മനോഹരന്റെ ബുദ്ധി എങ്ങനെ ഇരിക്കണോടാ? നീ എന്റെ മോനല്ലയോടാ. ഇവനിപ്പം മധുരയിൽ പോയി ചെന്നത് കാണുന്നുണ്ട്. ഹേമ കോയമ്പത്തൂരാണ് താമസം. പാടാ. ഡോക്ടർ എല്ലാം വിശദമായി ഇതിൽ എഴുതിയിട്ടുണ്ട്. എനിക്കിനി ഹേമയെ പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടർ, എനിക്കിനി ഇവൾ മാത്രമേ ഉള്ളൂ. മരുന്നല്ല ഹേമയ്ക്ക് ആവശ്യം. കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കണം. മോളെ ഹേമേ, ഹേമേ മോളെ. പാട്ടില്ല. ഹേമ അച്ഛന്റെ ജീവിതം കൂടെ നശിപ്പിക്കരുത്. അദ്ദേഹം എന്തുമാത്രം വേദന അനുഭവിക്കുന്നറിയാമോ? ജീവിതം വേദനകൾക്കെതിരെയുള്ള ഒരു സമരമാണ് ഹേമ. ആനന്ദം നാമ്പെടുക്കുന്നത് തന്നെ വേദനയിൽ നിന്നാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശാരീരിക വേദന ഏതാണെന്ന് ഹേമയ്ക്കറിയാമോ? പ്രസവ വേദന. ഒരു സ്ത്രീ ഏറ്റവും അധികം സന്തോഷിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? താൻ പ്രസവിച്ചിട്ട കുഞ്ഞിനെ ആദ്യമായി കാണുമ്പോൾ. ഇപ്പൊ പറയൂ, വേദന കൂടാതെ ആനന്ദം അനുഭവിക്കാൻ ഒക്കും? ഇല്ല. ഡോക്ടർ ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിലെ വിഷമം മാറി. സുഖം നാം അനുഭവിക്കുമ്പോൾ ദുഃഖത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന വേദന നാം മറന്നുപോകും. പൂത്ത് തളിർത്ത് കുളിർകാറ്റിൽ ആഞ്ഞുലഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കാണുമ്പോൾ ആ വൃക്ഷത്തെ പറ്റി നമുക്ക് എന്ത് തോന്നുന്നു? വൃക്ഷങ്ങളുടെ ജീവിതം സൗഭാഗ്യം നിറഞ്ഞതാണ്. അയ്യോ അറ, അതിന്റെ വേരുകൾ അപ്പോഴും മണ്ണിനടിയിൽ വീർപ്പുമുട്ടി കഴിയുകയാണ്. ആനന്ദത്തിൽ ആർത്തുല്ലസിക്കുകയും വേദനയിൽ അഗാധമായി ദുഃഖിക്കുകയും ചെയ്യുന്നത് വിവേകമുള്ള ജീവിതമല്ല. അതുകൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം, മനുഷ്യരുമായിട്ട് ഇടപഴകണം, പൊതുജീവിതത്തിൽ നമ്മെക്കൊണ്ടാകാവുന്ന സഹായങ്ങൾ ചെയ്യണം. അതാണ് ഹേമയ്ക്കുള്ള ചികിത്സ. ഡോക്ടർ, എനിക്കെന്തോ ഒരു ആശ്വാസം. ഐ എം വെരി ഹാപ്പി ഡോക്ടർ. ഹേമയ്ക്ക് കലയിൽ താല്പര്യമുണ്ടോ? അവൾ ഭംഗിയായി പാടുമായിരുന്നു, മനോഹരമായി നൃത്തം ചെയ്യുമായിരുന്നു. ഐ സി. എന്നാൽ ഹേമയ്ക്ക് പറ്റിയ ഒരു മരുന്ന് പറയാം. ഇവിടെ അനാഥരായ അന്ധന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഒരു നേത്ര ചികിത്സാ ക്യാമ്പ് തുടങ്ങാൻ പോവുകയാണ്. വിദേശത്ത് നിന്ന് ഒരു ഫേമസ് ഡോക്ടർ വരുന്നുണ്ട്. ഹേമയ്ക്ക് കലയിലുള്ള കഴിവ് ഉപയോഗിച്ച് കുറെ പണം പിരിച്ചു തന്നൂടെ? മോളെ ആകട്ടെ എന്ന് പറയും. ഡോക്ടർ പറയുന്നത് പോലെ. വെരി ഗുഡ്. വൈകുന്നേരത്ത് നടക്കാനൊക്കെ ഇറങ്ങൂ. ആ വഴി വീട്ടിലൊന്ന് വരാമല്ലോ. വരാൻ ഡോക്ടർ. യെസ്. അപ്പോ സാവിത്രി അവിടെ നിന്ന് പോകാൻ കാരണം? ഞാൻ ഭർത്താവാണെന്ന് കരുതിയിരുന്ന പുരുഷൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി.
എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ല. ഡോക്ടർ അദ്ദേഹത്തെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കഷ്ടം. സാവിത്രി ഇവിടെ താമസിച്ചോളൂ. എനിക്കൊരു സഹായവുമായി. എന്താ, നിനക്കിഷ്ടമാണോ? അതെ. ശരി, എന്നാ വാ. വാ. എന്ത് വൃത്തിയായിട്ട് കിടക്കുന്നെന്ന് നോക്ക്. എപ്പോഴും വന്ന് വൃത്തിയാക്കി വെക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? എനിക്കും പ്രായമായില്ലേ, ഈ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കാൻ എനിക്ക് സാധിക്കുമോ? അത് മോഹനനും അവന്റെ ഒരു കൂട്ടുകാരനുമാണ്. അയാളുടെ പെങ്ങളെ മോഹനം കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പം ട്രെയിൻ അപകടം ഉണ്ടായി. ആ പെണ്ണും ആങ്ങളെയും മരിച്ചുപോയി. ആ ഫോട്ടോ ഈ മുറിയിനടുത്ത് വേറെ എവിടെങ്കിലും വെച്ചേരെ. ഡോക്ടർ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ ഹേമയുടെ അസുഖം പകുതി അങ്ങ് മാറിയമ്മേ. മറ്റുള്ളവരെ ഗുണദോഷിക്കാൻ അവൻ മിടുക്കനാ. മറ്റുള്ളവർ പറഞ്ഞാൽ അവൻ അനുസരിക്കുകയുമില്ല. ഡോക്ടർക്ക് നമ്മളെ ചികിത്സിക്കാം, നമുക്ക് ഡോക്ടറെ ചികിത്സിക്കാൻ ഒക്കുമോ? അമ്മയ്ക്ക് പറ്റിയ മറുപടി. ഞാൻ ഉടനെ വിവാഹം കഴിക്കണമെന്നാണ് അമ്മ പറയുന്നതിന്റെ അർത്ഥം. വൈനാട്ട് ഡോക്ടറെ. ട്രെയിൻ അപകടത്തിൽ മരിച്ച പെണ്ണിന് വേണ്ടി ഇനിയും കാത്തിരുന്നിട്ട് എന്ത് ഫലം? അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ഇത്രയും കാലം വല്ലയിടത്ത് വലഞ്ഞു തിരിഞ്ഞിട്ട് കയറി വന്നാൽ നമുക്ക് സ്വീകരിക്കാൻ ഒക്കുമോ? നീ പറ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല. ദൈവത്തിന് പോലും സംശയമുണ്ടായിട്ടുണ്ട്. ഭഗവാൻ ശ്രീരാമൻ പതിവ്രതയായ സീതയെ സംശയിച്ച് അവസാനം ഉപേക്ഷിക്കുകയൂടെ ചെയ്തില്ലേ? നമുക്ക് പോവാം. എന്ന് പോകാം. അമ്മ സമയമുള്ളപ്പോൾ അങ്ങോട്ട് വരണം. അടുത്താണ്. വരാൻ മോളെ. ഹേമ, ഞാൻ പറഞ്ഞ പരിപാടിയുടെ കാര്യം മറന്നു പോരുത്. ഇല്ല. വരട്ടെ മോഹൻ. നല്ല പെൺകുട്ടിയാ മോനെ. മോനെ, ആ ആശുപത്രിയിൽ കിടന്ന പെണ്ണില്ലേ സാവിത്രി, നിന്നോട് യാത്ര ചോദിക്കാൻ ഇവിടെ വന്നു. ആരും ആശ്രയമില്ലാത്തൊരു പെണ്ണല്ലേ, ഇവിടെ നിന്നോളാൻ ഞാൻ പറഞ്ഞു. ഞാനിവിടുത്തെ വേലക്കാരിയല്ലേ. അതുകൊണ്ട് എന്താ സാഹിത്യം, എന്തിനാ കരയുന്നത്? നീ ഒരു കാര്യത്തിനും വേദനിക്കുന്നു. എന്താണ്? കമാ, നീ ഏതോ കടുത്ത മനോവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് നേരത്തെ തന്നെ ബോധ്യമായി. ഇത് നിന്റെ സ്വന്തം വീടാണെന്ന് കരുതിക്കൊണ്ട് തന്നെ ജീവിച്ചോളൂ. എന്നെ സ്വന്തം സഹോദരനായി.